നമസ്കാരം. ചാനൽ 13.8 നിയമരംഗം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ജനറൽ എക്സ്പ്ലനേഷൻ എന്ന വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സെക്ഷനുകൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ തുടരുകയാണ്. അടുത്ത സെക്ഷൻ 23, റോങ്ഫുൾ ഗെയിൻ, റോങ്ഫുൾ ലോസ്, ഗെയിനിങ് റോങ്ഫുള്ളി, ലൂസിങ് റോങ്ഫുള്ളി. ഇതാണ് നമ്മുടെ സെക്ഷൻ. എന്താണ് റോങ്ഫുൾ ഗെയിൻ? അനർഹമായ ഒരു ലാഭം, തെറ്റായ ഒരു ലാഭം, തെറ്റായ ഒരു നേട്ടം എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് എ ഗെയിൻ ബൈ അൺലോഫുൾ മീൻസ് ഓഫ് പ്രോപ്പർട്ടി to which the person gaining is not legally entitled. ഒരു വ്യക്തിക്ക് നിയമപരമായി അർഹതയില്ലാത്ത ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കുന്ന ലാഭത്തെയാണ് റോങ്ഫുൾ ഗെയിൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, എൻ്റെ വീടിനടുത്തുള്ള മറ്റൊരാളുടെ വസ്തുവിൽ നിന്ന് തേങ്ങ ഞാൻ മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ തേങ്ങ ഞാൻ അവിടെ വീണെടുക്കുന്ന തേങ്ങ ഞാൻ എടുക്കുന്നു. അതൊരു റോങ്ഫുൾ ഗെയിനാണ്. എനിക്ക് അർഹതയില്ലാത്തൊരു പ്രോപ്പർട്ടിയാണത്. അതാണ് റോങ്ഫുൾ. ഇനി വാട്ട് ഈസ് റോങ്ഫുൾ ലോസ്? റോങ്ഫുൾ ലോസ് ഈസ് ദ ലോസ് ബൈ അൺലോഫുൾ മീൻസ് ഓഫ് പ്രോപ്പർട്ടി ടു വിച്ച് ദ പേഴ്സൺ ലൂസിങ് ഇറ്റ് ഈസ് ലീഗലി എൻടൈറ്റിൽഡ്. ആ പ്രോപ്പർട്ടിയിൽ ഞാൻ തേങ്ങ എടുക്കുന്ന പ്രോപ്പർട്ടിയുടെ ഓണർക്ക് അത് റോങ്ഫുൾ ലോസാണ്. അദ്ദേഹം ലീഗലി എൻടൈറ്റിൽഡാണ് ആ പ്രോപ്പർട്ടിക്ക്. അതിൽ നിന്ന് വീഴുന്ന തേങ്ങ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോകുന്നു. അത് അദ്ദേഹത്തിന് ഒരു റോങ്ഫുൾ ലോസാണ്. അടുത്ത ഒരു 2 വാക്കുകൾ ഗെയിനിങ് റോങ്ഫുള്ളി ആൻഡ് ലൂസിങ് റോങ്ഫുള്ളി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, എ പേഴ്സൺ ഈസ് സെറ്റ് ടു ഗെയിൻ റോങ്ഫുള്ളി വെൻ സച്ച് പേഴ്സൺ റിറ്റെയിൻസ് റോങ്ഫുള്ളി ആസ് വെൽ ആസ് വെൻ സച്ച് പേഴ്സൺ അക്വയേഴ്സ് റോങ്ഫുള്ളി. A person is said to lose wrongfully when such person is wrongfully kept out of any property as well as when such person is wrongfully deprived of property. അതായത് ഒരാൾ ഗെയിനിങ് റോങ്ഫുള്ളി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അർഹതയില്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് ഉണ്ടാകുന്നൊരു നേട്ടം, അല്ലെങ്കിൽ അദ്ദേഹം തെറ്റായ രീതിയിൽ ഒരു വസ്തു സ്വന്തമാക്കുക, അക്വയർ ചെയ്യുന്നത്. ലൂസിങ് റോങ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അയാൾക്ക് അർഹതപ്പെട്ടതിൽ നിന്ന് അയാൾക്ക് നഷ്ടം വരിക, അതുപോലെ തന്നെ അയാൾക്ക് അർഹതപ്പെട്ട ഒരു വസ്തുവിൽ നിന്ന് അയാളെ പുറത്താക്കുക, അയാളെ ഒഴിവാക്കി വിടുക. ഇനി അടുത്തതായിട്ട് സെക്ഷൻ 24 ആണ്. അതിലൊറ്റ വാക്കേ ഉള്ളൂ, ഡിസ്ഹോണസ്റ്റ്ലി. സത്സന്നമല്ലാത്ത, ഓണസ്റ്റി ഇല്ലാത്ത. Whoever does anything with the intention of causing wrongful gain to one person or wrongful loss to another person is said to do that thing dishonestly. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇതെല്ലാം നമ്മളിവിടെ ഈ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം വാക്കുകൾ വരികയും ആ വാക്കിന് ഇവിടെ ഈ പറഞ്ഞതായിരിക്കും അതിൻ്റെ അർത്ഥം. അത് ഏത് ഭാഗത്ത് ഈ വാക്ക് വന്നാലും ഈ വാക്കിൻ്റെ അർത്ഥം ഈ പറയുന്ന എക്സ്പ്ലനേഷൻ ആയിരിക്കും. Whoever does anything with the intention of causing wrongful gain to one person. ആരെങ്കിലും ഒരു വ്യക്തിക്ക് തെറ്റായ ലാഭം, അനർഹമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു കാര്യം ചെയ്യുക, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അർഹതപ്പെട്ട ലാഭം കിട്ടാതിരിക്കുന്ന രീതിയിൽ ഒരു റോങ്ഫുൾ ലോസ് വരുന്ന രീതിയിൽ പ്രവർത്തിക്കുക, അതിനെയാണ് നമ്മൾ ഡിസ്ഹോണസ്റ്റ്ലി എന്ന് പറയുന്നത്. അടുത്ത വാക്ക് സെക്ഷൻ 25 ആണ്. fraudulently. A person is said to do a thing fraudulently if he does that thing with intent to defraud but not otherwise. ഒരു വ്യക്തി ഒരു കാര്യം ഫ്രോഡുലൻ്റലി ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥം, നമ്മൾ സാധാരണ പറയും അയാളൊരു ഫ്രോഡാണ്,
അത് ഫ്രോഡ് കളിച്ചു, അയാൾ തെറ്റായ കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരാളെ ഒരു ചതിയിൽ ചാടിക്കുക, ഇതൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. സെക്ഷൻ 26 ആണ്, ദാറ്റ് ഈസ് റീസൺ ടു ബിലീവ്. അതാണ് ആ ഒരു ഫ്രേസ്. ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ്, എ പേഴ്സൺ ഈസ് സെറ്റ് ടു ഹാവ് റീസൺ ടു ബിലീവ് എ തിങ് if he has sufficient cause to believe that thing but not otherwise. അടുത്ത സെക്ഷൻ 27, പ്രോപ്പർട്ടി ഇൻ പൊസഷൻ ഓഫ് വൈഫ്, ക്ലർക്ക് ഓർ സെർവൻറ്റ്. ഭാര്യയുടെയോ ക്ലർക്കിൻ്റെയോ വേലക്കാരൻ്റെയോ പേരിൽ എടുക്കുന്ന പ്രോപ്പർട്ടിയും നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യും. വെൻ പ്രോപ്പർട്ടി ഈസ് ഇൻ ദ പൊസഷൻ ഓഫ് എ പേഴ്സൺസ് വൈഫ്, ക്ലർക്ക് ഓർ സെർവൻറ്റ് on account of that person, it is in that person's possession within the meaning of this act. ഈ പീനൽ കോഡ് പ്രകാരം ഒരു വ്യക്തി അയാളുടെ പ്രോപ്പർട്ടി ഭാര്യയുടെയോ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരുടെയോ ക്ലർക്കിൻ്റെയോ ഒക്കെ പേരിൽ വാങ്ങി സൂക്ഷിച്ചാലും അത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയായി പരിഗണിക്കും. അടുത്ത സെക്ഷൻ 28, കൗണ്ടർ ഫീറ്റ്. കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമാണ്. അത് ഏതൊരു വസ്തുവിനും അതിന് അതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക. അത് കള്ളനോട്ടാവാം, മുദ്രപത്രങ്ങളാവാം, ഡോക്യുമെൻറ്റ്സ് ആവാം, വസ്തുക്കളാവാം, എന്തും ഒരു വസ്തുവിനെ പോലെ തോന്നിക്കുന്ന രീതിയിൽ മറ്റൊന്ന് ഉണ്ടാക്കുന്നതാണ് കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 29 ഡോക്യുമെൻ്റാണ്. ദ വേർഡ് ഡോക്യുമെൻറ്റ് ഡിനോട്ട്സ് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് upon any substance by means of letters, figures or marks, or by more than one of those means intended to be used or which may be used as evidence of that matter. അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. എ റൈറ്റിംഗ് എക്സ്പ്രസിംഗ് ദ ടേം ഓഫ് എ കോൺട്രാക്ട് വിച്ച് മേ ബി യൂസ്ഡ് ആസ് എവിഡൻസ് ഓഫ് ദ കോൺട്രാക്ട് ഈസ് എ ഡോക്യുമെൻറ്റ്. ഒരു കോൺട്രാക്റ്റിൻ്റെ ടേംസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കടലാസ്, അതിൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ കണ്ടീഷൻസ് എല്ലാം എഴുതി വച്ചിരിക്കുന്നു. അതിനെ ആ കോൺട്രാക്റ്റിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ്. എ ചെക്ക് അപ്പോൺ എ ബാങ്കർ ഈസ് എ ഡോക്യുമെൻറ്റ്. ഒരു ബാങ്കേഴ്സ് ചെക്ക് അതൊരു ഡോക്യുമെൻ്റാണ്. എ പവർ ഓഫ് അറ്റോർണി ഈസ് എ ഡോക്യുമെൻറ്റ്. പവർ ഓഫ് അറ്റോർണി മലയാളത്തിൽ മുക്തിയാർ എന്ന് പറയും, അതൊരു ഡോക്യുമെൻ്റാണ്. A map or plan which is intended to be used as an evidence is a document. A writing containing directions or instructions is a document. ഇതെല്ലാം ഒരു ഡോക്യുമെൻറ്റ്സ് ആണ്. ഡോക്യുമെൻറ്റ്സിൽ ഇലക്ട്രോണിക് റെക്കോർഡുകളും വരും. ഉദാഹരണത്തിന് ഇലക്ട്രോണിക് മെസ്സേജസ് റിസീവ്ഡ് ഇൻ മീഡിയ, മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, കമ്പ്യൂട്ടർ മെമ്മറി, മൈക്രോഫിലിം, കമ്പ്യൂട്ടർ ജനറേറ്റഡ് മൈക്രോഫ്ലിച്ച് ഓർ സിമിലർ ഡിവൈസ്, അതെല്ലാം ഡോക്യുമെൻറ്റിൻ്റെ അണ്ടറിൽ വരും. അടുത്ത് വാല്യുബിൾ സെക്യൂരിറ്റിയാണ്. സെക്ഷൻ 30. വാല്യുബിൾ സെക്യൂരിറ്റി ഡിനോട്ട്സ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് ഓർ പർപ്പസ് ടു ബി എ ഡോക്യുമെൻറ്റ് വെയർ ബൈ എനി ലീഗൽ റൈറ്റ് ഈസ് ക്രിയേറ്റഡ്. ഒരു ഡോക്യുമെൻറ്റിൽ ലീഗൽ റൈറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് നമുക്കൊരു വാല്യുബിൾ സെക്യൂരിറ്റി വിചാരിക്കാം. ഉദാഹരണത്തിന് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഉദാഹരണത്തിന് പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ്, മലയാളത്തിൽ ആധാരം എന്ന് പറയും. ഇതെല്ലാം വാല്യുബിൾ സെക്യൂരിറ്റിയാണ്. സെക്ഷൻ 31, a will. The words a will denote any testamentary document. Will നമുക്കറിയാം, will is the legal declaration of the intention of a testator with respect to his property which he desires to be carried into effect after his death. ഒരു വ്യക്തി തൻ്റെ പ്രോപ്പർട്ടി, തൻ്റെ സ്വത്ത് തൻ്റെ മരണശേഷം മറ്റാർക്കെങ്കിലുമായി വീതിച്ച് നൽകുന്നതാണ് ആ ഡോക്യുമെൻറ്റിനാണ് നമ്മൾ വിൽ എന്ന് പറയുന്നത്. സെക്ഷൻ 32, വേർഡ്സ് റെഫറിങ് ടു ആക്ട്സ് ഇൻക്ലൂഡ് ലീഗൽ ഒമിഷൻസ് ഓൾസോ. അത് നമ്മൾ മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡ്സ് ഇല്ലീഗൽ ഒമിഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻ എവറി പാർട്ട് ഓഫ് ദിസ് കോഡ് എക്സെപ്റ്റ് വേർ എ കോൺട്രറി ഇൻറ്റൻഷൻ അപ്പിയേഴ്സ് ഫ്രം ദ കണ്ടെക്സ്റ്റ്, വേർഡ്സ് വിച്ച് റെഫർ ടു ആക്ട്സ് ഡൺ എക്സ്റ്റെൻഡ് ഓൾസോ ടു ഇല്ലീഗൽ ഒമിഷൻ. ഈ കോഡിൻ്റെ ഏത് ഭാഗത്തും അതിൻ്റെ കണ്ടെക്സ്റ്റ് കൊണ്ട് മറ്റൊരർത്ഥം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, എവിടെയെങ്കിലും ആക്ട് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലീഗൽ ഒമീഷൻ, നിയമപരമല്ലാത്ത വീഴ്ച. ആക്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ഇല്ലീഗൽ ഒമീഷനും കൂടിയാണ്
എന്ന് പറഞ്ഞാൽ നിയമവിധേയമല്ലാത്ത നിയമപരമല്ലാത്ത വീഴ്ചകൾ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടലുകൾ അതും ഈ ആക്ട് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആക്ട് ഇൻക്ലൂഡ് ഇല്ലീഗൽ ഒമിഷൻസ്. സെക്ഷൻ 33 അതിൽ ആക്ട് ഒമിഷൻ ഈ രണ്ട് വാക്കുകൾ വീണ്ടും ഡിഫൈൻ ചെയ്യുകയാണ്. ആക്ട് ഡിനോട്ട്സ് ആസ് വെൽ എ സീരീസ് ഓഫ് ആക്ട്സ് ആസ് എ സിംഗിൾ ആക്ട്. ദ വേർഡ് ഒമിഷൻ ഡിനോട്ട്സ് ആസ് വെൽ എ സീരീസ് ഓഫ് ഒമിഷൻസ് ആസ് എ സിംഗിൾ ഒമിഷൻ. ആക്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആക്ട് അല്ല, ഒരു സീരീസ് ഓഫ് ആക്ട്സിനെയും അത് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഒമിഷൻ ഇൻക്ലൂഡ്സ് എ സീരീസ് ഓഫ് ഒമിഷൻസ് ആസ് വെൽ ആസ് എ സിംഗിൾ ഒമിഷൻ. സെക്ഷൻ 34 പറയുന്നത് when a criminal act is done by several persons in furtherance of the common intention of all, each of such persons is liable for that act in the same manner as if it were done by him alone. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൂടി അവരുടെ പൊതുവായ ഉദ്ദേശത്തിന് വേണ്ടി ഒരു ക്രിമിനൽ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ ഉൾപ്പെട്ട ഓരോ വ്യക്തിയെയും ഈ വ്യക്തി ഒറ്റയ്ക്കാണ് ഈ കുറ്റം ചെയ്യുന്നത് എന്ന രീതിയിൽ പരിഗണിക്കുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു കൂട്ടം ആളുകൾ ഒരു പൊതുവായ ഉദ്ദേശത്തോടു കൂടി ഒരു കുറ്റം ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെട്ട ഓരോ വ്യക്തികളെയും അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ കുറ്റം ചെയ്തതായി പരിഗണിക്കുകയും അതനുസരിച്ച് വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇതിൽ നമുക്കൊരു വളരെ പ്രമാദമായ ഒരു കേസുണ്ട്. അതിന് പോസ്റ്റ് മാസ്റ്റർ കേസ് എന്ന് പറയും. ബാരേന്ദ്രകുമാർ ഘോഷ് വേഴ്സസ് കിങ് എംപറർ എന്ന കേസാണ്. 1925 ബംഗാളിൽ നടന്നൊരു കേസാണ്. ഒരു 3-4 സുഹൃത്തുക്കൾ കൂടി ഒരു പോസ്റ്റ് ഓഫീസ് കൊള്ളയടിക്കാൻ വേണ്ടി പോണു. ഉച്ച കഴിഞ്ഞൊരു 3:30 മണി നേരത്ത്. അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. അവർ ഈ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ പോസ്റ്റ് മാസ്റ്റർ നോട്ടെല്ലാം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അവർ അദ്ദേഹത്തോട് ഈ പണം ആവശ്യപ്പെടുന്നു. അദ്ദേഹം എതിർക്കുന്നു. അവരൊരാൾ അദ്ദേഹത്തെ വെടിവെക്കുന്നു. 2 വെടി കൊണ്ട് അദ്ദേഹം മരിച്ചു വീണപ്പോൾ ഇവരെല്ലാം പരിഭ്രാന്തരായി. അവരുടെ ആദ്യത്തെ ഒരു പരിശ്രമമായിരുന്നത്. അവരെ വെടിവെച്ച് കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നുള്ള ആ ഒരു കൊമോഷനിൽ ഒരാൾ വെടിയുതിർക്കുകയും വെടികൊണ്ട് പോസ്റ്റ് മാസ്റ്റർ മരിച്ചു വീഴുകയും ചെയ്തു. പണമൊന്നും എടുക്കാതെ അവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. അവർ ഓടി രക്ഷപ്പെടുമ്പോൾ വെടിവെച്ച് കേട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പോസ്റ്റൽ ജീവനക്കാരൻ ഇവരുടെ പുറകെ ഓടി. തോക്കുധാരിയായ ഒരാൾ തിരിഞ്ഞ് വെടിവെച്ച് ഓടുമ്പോഴും അയാളുടെ പുറകെ തന്നെ ധൈര്യമായിട്ട് ഓടുകയും അയാളെ തോക്ക് വലിച്ചെറിഞ്ഞ് അയാൾ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇവർ തമ്മിലെല്ലാം ഓടുന്നതും ഈ വെടിവെക്കുന്നതും കുറച്ച് കാണികൾ കാണുകയും അങ്ങനെ ഈ കേസിൽ അവരെല്ലാം സാക്ഷികളാകുകയും ചെയ്തു. ഇവിടെ ഈ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞത്, ഈ കൊലപാതകത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഈ കൊള്ളയടിക്കാൻ, ഈ പോസ്റ്റ് ഓഫീസ് കൊള്ളയടിക്കാൻ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് വന്നത്. പക്ഷേ തോക്ക് ചൂണ്ടി പേടിപ്പിക്കുക മാത്രമായിരുന്നു ഉദ്ദേശം. വെടിവെക്കണ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാനതിൽ പങ്കെടുക്കില്ലായിരുന്നു. പക്ഷേ വെടിവെച്ച ആൾ അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വെടിവെച്ചത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവിടെയാണ് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആയത്. അതായത് ഫോർ ഫർദറൻസ് ഓഫ് കോമൺ ഇൻറ്റൻഷൻ ഒരു ക്രിമിനൽ ആക്ട് ഈസ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ്. ഈച്ച് സച്ച് പേഴ്സൺ ഈസ് ലയബിൾ ഫോർ ദാറ്റ് ആക്ട് ഇൻ ദ സെയിം മാനർ ആസ് ഇഫ് ഇറ്റ് വർ ഡൺ ബൈ ഹിം എലോൺ എന്നുള്ള ഈ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിലെല്ലാവർക്കും ഒരുപോലെ ശിക്ഷ വിധിക്കുകയും ചെയ്തു. കൊല ചെയ്യാൻ ഉദ്ദേശമില്ലായിരുന്നു എനിക്ക്, കൊള്ള മാത്രമാണ് ഉദ്ദേശം എന്ന് പറഞ്ഞെങ്കിലും ആ കൊലപാതകത്തിൽ എല്ലാവരും ഒരുപോലെ പ്രതികളാകുകയും എല്ലാവർക്കും തുല്യമായ ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് നിരവധി കേസ് ലോസ് ഉണ്ട് ഇവിടെ. പക്ഷേ നമുക്കതെല്ലാം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിന് ചുരുക്കിയെന്ന് പറയാം. ഈ കോമൺ ഇൻറ്റൻഷൻ ഉള്ള ആളുകൾ ഒരു പൊതുവായ ഉദ്ദേശത്തോടു കൂടി ഒരു കൂട്ടം ആളുകൾ പോകുന്നു. ഒരു 100 പേരോ 200 പേരോ ഒരു വാഹനം തടയുന്നു. ആ വാഹനത്തിലുള്ള യാത്രക്കാരെ മർദ്ദിക്കുന്നു. യഥാർത്ഥ മർദ്ദനം ചെയ്യുന്നത് 2-3 പേരായിരിക്കും. പക്ഷേ ആ കൂട്ടത്തിലുള്ള 100 പേരും
അതിന് ഉത്തരവാദിയാകുകയും ആ 100 പേർക്കും ഒരുപോലെ ശിക്ഷ കിട്ടുകയും ചെയ്യും. അതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഈ ക്രൈം നടക്കുന്ന സ്പോട്ടിൽ അത് ഉൾപ്പെട്ട എല്ലാവരും വേണമെന്നില്ല. ഒരു ഉദാഹരണത്തിന് ഒരു 3 പേര് ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നു. 4മതൊരുത്തൻ ബാങ്കിൻ്റെ പുറത്ത് വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തുന്നു. ഈ 3 പേര് കൊള്ളയടിച്ച് മുതലുമായി വന്ന് കാറിൽ കയറി പെട്ടെന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ആ കൊള്ളയടിച്ച 3 പേരും ആ കൊള്ള സമയത്ത് ബാങ്കിലെ ഏതെങ്കിലും ജീവനക്കാരനെ കൊലപ്പെടുത്തുകയാണെങ്കിൽ ആ കൊലയിൽ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്ത ആളും തുല്യ ഉത്തരവാദിയായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോസ്റ്റ് മാസ്റ്ററുടെ കേസിലും ഒരാൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പുറത്ത് നിൽക്കുകയായിരുന്നു. അയാളാണ് ഈ കോടതി പറഞ്ഞത് എനിക്കിങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ അവരെ കൂടെ പോയുള്ളൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും അയാൾ രക്ഷപ്പെടില്ല. സെക്ഷൻ 35, when such an act is criminal by reason of its being done with a criminal knowledge or intention. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. whenever an act which is criminal only by reason of its being done with a criminal knowledge or intention is done by several persons, each of such persons who joins in the act with such knowledge or intention is liable for the act in the same manner as if the act were done by him alone with that knowledge or intention. അതായത് ഒരു പ്രവൃത്തി അത് ക്രിമിനൽ ആണ് എന്നുള്ള അറിവോട് കൂടി പല ആളുകൾ കൂടി ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഓരോ ആളുകളും ആ പ്രവൃത്തി ക്രിമിനൽ ആണെന്നുള്ള അറിവോട് കൂടിയാണ് പങ്കെടുത്തതെങ്കിൽ ആ പ്രവൃത്തി അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തതായി പരിഗണിച്ചതുകൊണ്ട് അദ്ദേഹം ശിക്ഷയ്ക്ക് അടുത്തത് സെക്ഷൻ 36 ആണ്. എഫക്റ്റ് കോസ്ഡ് പാർട്ട്ലി ബൈ ആക്ട് ആൻഡ് പാർട്ട്ലി ബൈ ഒമിഷൻ. wherever the causing of a certain effect or an attempt to cause that effect by an act or by an omission is an offence, it is to be understood that the causing of that effect partly by an act and partly by an omission is the same offence. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. A intentionally causes Z death partly by illegally omitting to give Z food and partly by beating Z. ഒരു വ്യക്തി A Z എന്ന വ്യക്തിയെ കൊല്ലുന്നു. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഭക്ഷണം കൊടുക്കാതിടുകയും അതിനുശേഷം അയാളെ അടിച്ച് കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഇല്ലീഗൽ ഒമിഷനാണ്. അയാളുടെ കസ്റ്റഡിയിലുള്ള ആളാണ്, അയാളാണ് ഫുഡ് കൊടുക്കേണ്ടത്. ഫുഡ് കൊടുക്കാതെ ഇട്ട് വിശന്ന് ദുർബലനായപ്പോൾ എളുപ്പം അടിച്ചു കൊല്ലുന്നു. അപ്പോൾ ഒരു ആക്ട് അടിക്കുക എന്നുള്ളൊരു ആക്റ്റും ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഇല്ലീഗൽ ഒമിഷനുമാണ്. അത് രണ്ടും കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുന്ന ക്രൈമിലും ഇത് ഒരേ ഒഫൻസാണ്. അടുത്ത സെക്ഷൻ 37, കോപ്പറേഷൻ ബൈ ഡൂയിങ് വൺ ഓഫ് സെവറൽ ആക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ആൻ ഒഫൻസ്. പലര് ചേർന്നുകൊണ്ട് പല ആക്ടുകളിൽ കൂടെ അത് ഒരൊറ്റ ഒഫൻസായി മാറുന്നു. വെൻ ആൻ ഒഫൻസ് ഈസ് കമ്മിറ്റഡ് ബൈ മീൻസ് ഓഫ് സെവറൽ ആക്ട്സ്, whoever intentionally cooperates in the commission of that offence by doing any one of those acts either singly or jointly with any other person commits that offence. ഒരു കുറ്റകൃത്യം അത് പല ഭാഗങ്ങളായി പലരാൽ ചെയ്യപ്പെടുന്നു. പക്ഷേ എല്ലാവരും ആ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അതിൽ പങ്കെടുക്കുന്നു, സഹകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും ഒരേ കുറ്റകൃത്യം ചെയ്തതായി പരിഗണിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എയും ബിയും കൂടെ സെഡിനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. അവർ രണ്ടുപേരും പല സമയങ്ങളിലായി ഇദ്ദേഹത്തിന് ചെറിയ ഡോസ് വിഷം കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും ഈ വിഷം കൊടുക്കുന്നത് പരസ്പരം അറിഞ്ഞുകൊണ്ടും അത് ഇയാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അദ്ദേഹം അങ്ങനെ മരിക്കുന്നു, പല പ്രാവശ്യമായിട്ട് ഈ പോയ്സൺ കഴിച്ച് മരിക്കുന്നു. ഇവിടെ എയും ബിയും ഇൻറ്റൻഷനലി കോപ്പറേറ്റ് into the commission of murder and each of them does an act by which the death is caused. So they are both guilty of the offence though their acts are separate. അവർ രണ്ടുപേരും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ പോലും അവർ രണ്ടുപേരുടെയും ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് സെഡ് മരിക്കുകയും അവർ രണ്ടും അതിന് തുല്യ പങ്കാളികളാകുകയും ചെയ്യുന്നു. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, എ ഒരു ജയിലറാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു പ്രിസണറാണ് ബി. അദ്ദേഹം ബിയെ കൊലപ്പെടുത്താൻ വേണ്ടി ബിക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നു. അങ്ങനെ വിശന്ന് മരിക്കട്ടെ തീരുമാനിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാതെ ദിവസങ്ങളോടുന്നു. ബി ഓരോ ദിവസവും ക്ഷയിച്ച് വരുന്നു. അതിനിടയിൽ ഈ എയെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്നു. ചെയ്തിട്ട് സി എന്ന് പറഞ്ഞൊരു പുതിയൊരു ജയിലറെ അപ്പോയിൻ്റ് ചെയ്യുന്നു. അയാളും ഈ ബിയെ കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടി പട്ടിണിക്കിടുന്നു. അങ്ങനെ പട്ടിണി കിടന്നിട്ട് ബി മരിക്കുന്നു. ബി മരിച്ചു കഴിയുമ്പോൾ ഈ എയ്ക്കും ഇതേ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ബിക്ക് അറിയില്ല. എയും ബിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ആകുമ്പോൾ ഈ കുറ്റകൃത്യത്തിൽ എയും ബിയും തുല്യരല്ല. ബി ഈസ് കൺവിക്റ്റഡ് ഫോർ മർഡർ ആൻഡ് എ ഈസ് കൺവിക്റ്റഡ് ഫോർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ. ഒരു അറ്റംപ്റ്റ് മാത്രമാണ്, അയാൾ സക്സീഡ് ചെയ്യുന്നില്ല. അയാൾ അതിന് മുമ്പ് ട്രാൻസ്ഫറായി പോയി. അയാൾക്കും ബി സിയും തമ്മിൽ എയും സിയും തമ്മിൽ പരസ്പരം അറിവില്ല ബിയെ കൊല്ലണ കാര്യത്തിൽ. പക്ഷേ രണ്ടുപേരുടെ മനസ്സിലും ഈ ഉദ്ദേശമുണ്ട്. അത് രണ്ടും സെപ്പറേറ്റാണ്, ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഉദ്ദേശമല്ല അത്. അപ്പോൾ അതുകൊണ്ട് സി അലോൺ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ, എ ഈസ് ഓൺലി ഗിൽറ്റി ഓഫ് അറ്റംപ്റ്റ് ടു മർഡർ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡോട് കൂടി ജനറൽ എക്സ്പ്ലനേഷൻസ് നമ്മൾ അവസാനിപ്പിക്കും. അതിനുശേഷം അടുത്ത ചാപ്റ്റർ 3 ആണ് പണിഷ്മെൻറ്റ്സ്, അതിലേക്ക് കടക്കും. ഇതുവരെ എന്നെ ശ്രവിച്ചിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.